വർഷം 2001 ജൂൺ മാസം 30-ാം തീയതി. ഉറങ്ങാൻ കിടന്നതാണ് മുത്തുവേൽ കരുണാനിധി എന്ന മുൻ മുഖ്യമന്ത്രി. അധികാരമൊഴിഞ്ഞിട്ട് ദിവസങ്ങളേ ആയുള്ളൂ. ആ ഉറക്കം പൂർത്തിയാക്കാനായില്ല. പുലർച്ചെ അതുവരെ സെല്യൂട്ട് നൽകിയിരുന്ന പോലീസുകാരാൽ ചെന്നൈയിലെ വീട് വളഞ്ഞു. കരുണാനിധിയെ കട്ടിലിൽ നിന്ന് വലിച്ചിഴച്ച് പുറത്തിറക്കി ഒരു കുറ്റവാളിയെപ്പോലെ വാഹനത്തിലേക്ക് തള്ളിക്കയറ്റി. ജയലളിതയുടെ പ്രതികാരമായാണ് അത് വിലയിരുത്തപ്പെട്ടത്. കാരണം അതിന് 5 വർഷം മുമ്പ് ജയലളിതയും ജയിലിൽ കിടന്നിട്ടുണ്ട്. 28 ദിവസം. അന്ന് കരുണാനിധിയായിരുന്നു മുഖ്യമന്ത്രി. അതിനാൽ ഒരു ദിവസമെങ്കിലും കരുണാനിധി ജയിലിൽ കിടക്കുന്നത് കാണാൻ അമ്മയ്ക്ക് താല്പര്യമുണ്ടെന്നാണ് ജയലളിതയുടെ വിശ്വസ്തർ പറഞ്ഞിരുന്നത്. അധികാര രാഷ്ട്രീയത്തിലെ ഈ പകപോക്കൽ മാത്രമല്ല, കരുണാനിധിയുടെയും MGRന്റെയും സ്വകാര്യ ജീവിതവും വലിയ ചർച്ചയായിരുന്നു. കരുണാനിധിയുടെ ബഹുഭാര്യാത്തമാണെങ്കിൽ MGRന്റെ ജീവിതത്തിൽ ജയലളിതയ്ക്കുണ്ടായിരുന്ന സ്ഥാനമാണ് സംസാര വിഷയമായത്. ഒരേ സമയം തമിഴകം അത് അംഗീകരിക്കുകയും എന്നാൽ പല കഥകൾ മെനയുകയും ചെയ്തു. ഒരു സിനിമാ കഥ പോലെ നാടകീയമാണ് തമിഴ് രാഷ്ട്രീയമെന്ന് പൊതുവെ പറയാറുണ്ട്. സിനിമയും രാഷ്ട്രീയവും തമ്മിൽ അത്രമേൽ ഇഴചേർന്ന് കിടക്കുന്ന ബന്ധം. ആദ്യം കരുണാനിധി MGR, അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ച പോലെ കരുണാനിധി ജയലളിത, ഇപ്പോൾ ഇതാ വിജയ് ഉദയനിധി. കേവലം സിനിമാ ബന്ധം മാത്രമല്ല, കൊണ്ടും കൊടുത്തും നീണ്ട വൈര്യത്തിന്റെ കഥ കൂടിയുണ്ട് ഇവർക്ക്. ദ്വയാർത്ഥ പ്രയോഗത്തിൽ ഉദയനിധിയുടെ അറസ്റ്റോടെ തമിഴകം സാക്ഷ്യം വഹിക്കുന്നത് പുതിയ കാലത്തെ പോരിനാണ്. പഴയ കരുണാനിധി ജയലളിത പോരാട്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന അതേ രീതിയിൽ. தளபதி அவர்கள் குறைந்தது 50,000 வாக்கு வித்தியாசத்துல கட்சி நிதின்ற பேர்ல அடிக்கிற கொள்ளையெல்லாம் இந்த ഇന്നിപ്പോൾ ഉദയനിധിയുടെ കാര്യത്തിൽ സാഹചര്യവും സന്ദർഭവും വിഷയവും ഒക്കെ തികച്ചും വ്യത്യസ്തമാണ്. ഒരു താരതമ്യവുമില്ല. വിവാദം തുടങ്ങിയത് അറസ്റ്റോടെയുമല്ല, ഉദയനിധിയുടെ വാക്കുകളിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ വൈകാരികമായി വലിയ സ്വാധീനമുള്ള അന്തർ സംസ്ഥാന തർക്കങ്ങളിലൊന്നായ കാവേരി നദീജലത്തെ ചൊല്ലിയുള്ള പ്രതിഷേധമായിരുന്നു ആ വേദി. എന്നാൽ ഉദയനിധിയുടെ പ്രസംഗത്തോടെ അതിന്റെ ലക്ഷ്യം തന്നെ വഴിമാറി. വലിയ വിവാദവും കടുത്ത വിമർശനവും ഉണ്ടായി. 24 മണിക്കൂറിനുള്ളിൽ ചെന്നൈയിലെ നീലാങ്കരയിലെ വസതിയിലെത്തി അറസ്റ്റും നടന്നു. ഉദയനിധിയുടെ പരാമർശങ്ങളോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയവർ തന്നെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യാൻ കാണിച്ച തിടുക്കത്തെ ചോദ്യം ചെയ്തു. ചിലർ അധികാരം നഷ്ടപ്പെട്ടതിനു പിന്നാലെ DMKക്ക് ലഭിച്ച രാഷ്ട്രീയ ആയുധമായി വിലയിരുത്തി. DMK ആകട്ടെ കാവേരി മേക്കേദാട്ടു വിഷയങ്ങളിൽ പരാജയപ്പെട്ട TVK സർക്കാർ ജനശ്രദ്ധ തിരിക്കാൻ നടത്തിയ തന്ത്രം മാത്രമാണ് അറസ്റ്റ് നിലപാടിലാണ്. കാരണം കാവേരി വിഷയത്തിൽ സർവകക്ഷി യോഗമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് സർക്കാർ ചെവി കൊടുത്തിരുന്നില്ല. യുവാക്കളായ 2 പേരാണ് തമിഴകത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വിജയ്ക്ക് പ്രായം 52, ഉദയനിധി അതിനേക്കാൾ ചെറുപ്പം 48 വയസ്സ്. 2 പേരും സിനിമയിലൂടെ രാഷ്ട്രീയത്തിൽ വന്നവർ. നിർമ്മാതാവ് എന്ന നിലയിൽ ഉദയനിധി സ്റ്റാലിന്റെ നിർമ്മാണ കമ്പനിയായ റെഡ് ജൈൻ മൂവീസ് ആദ്യമായി നിർമ്മിച്ച സിനിമയിലെ നായകൻ വിജയ് ആയിരുന്നു. ചിത്രം കുരുവി. TVK രൂപീകരിച്ച 2 വർഷം കൊണ്ട് വിജയ് ഭരണത്തിലെത്തുമെന്ന് പലരും പ്രതീക്ഷിക്കാത്തതുപോലെ അവിചാരിതമായിരുന്നു ഉദയനിധിയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുള്ള കടന്നുവരവും. കാരണം കൊളത്തൂരിൽ MK സ്റ്റാലിന്റെ തോൽവി അപ്രതീക്ഷിതമായിരുന്നു. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് മുതൽ വിജയ് തുടർച്ചയായി ലക്ഷ്യമിട്ടത് സ്റ്റാലിൻ കുടുംബത്തെയായിരുന്നു. DMKയുടെ പ്രധാന എതിരാളിയായി സ്വയം അടയാളപ്പെടുത്തിയായിരുന്നു തുടക്കം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ DMKക്ക് ബദൽ ആരെന്ന ചിന്ത ഉണർത്താൻ ഈ തന്ത്രം അദ്ദേഹത്തെ സഹായിച്ചു. അത് അധികാരത്തേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്നായി. DMK ആകട്ടെ ഡൽഹിയുമായുള്ള പോരിൽ കേന്ദ്രീകരിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം. BJPയെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ച് ഭരണവിരുദ്ധ വികാരങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനാണ് അവർ ശ്രമിച്ചത്. TVK പുതിയ കക്ഷിയായതിനാൽ അവരെ അവഗണിക്കുന്ന സമീപനവും DMKയിൽ നിന്നുണ്ടായി. എന്നാൽ അധികാരം പോയതിനു പിന്നാലെ ആക്രമണത്തിന് ദിശ TVKയിലേക്ക് തിരിച്ചു. ക്രമസമാധാനം, സ്ത്രീ സുരക്ഷ, വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് ഉപയോഗം തുടങ്ങി സർക്കാരിനെതിരെ കടുത്ത രാഷ്ട്രീയ ആക്രമണമാണ്
DMK നടത്തുന്നത്. അതിന് മുന്നിൽ നിൽക്കുന്നത് ഉദയനിധിയും. കഴിഞ്ഞ നിയമസഭാ സമ്മേളനം അതിന്റെ ടെസ്റ്റ് ഡോസ് ആയിരുന്നു. அவங்க எப்படி அரசியல் வேறுபாடுகள் எல்லாம் பார்க்காம கடந்து ஒரு ஆக்ஷன் பண்ணணும்னு எனக்கு தோணுச்சு. எல்லாரும் போயிட்டாங்க. ഉദയനിധിക്ക് മാത്രമല്ല, മുഖ്യമന്ത്രി എന്ന നിലയിൽ വിജയ്ക്കും പുതിയ സംഭവ വികാസങ്ങൾ വലിയ വെല്ലുവിളിയാണ്. വിജയുടെ ജനപ്രീതിയും ആൾക്കൂട്ടത്തെ ഇളക്കി മറിക്കുന്ന ശൈലിയും അണികൾക്ക് ആവേശമാണ്. സർക്കാരിന്റെ മധുവിധി കാലം പൂർത്തിയാകുന്നതേയുള്ളൂ. ഒരു വിലയിരുത്തലിന് സമയമായിട്ടില്ല. പക്ഷേ എതിരാളികളെ ലക്ഷ്യമിടുന്ന സർക്കാർ നീക്കം അതിരുകടന്നാണെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ TVKക്ക് തിരിച്ചടിക്കും. കാര്യങ്ങൾ DMKക്ക് അനുകൂലമാകും, പ്രത്യേകിച്ച് ഉദയനിധിക്ക്. കാരണം ഇതിനെ രണ്ടു പാർട്ടികൾ തമ്മിലുള്ള മത്സരമായി മാത്രം കാണാനാകില്ല. MK സ്റ്റാലിനും എടപ്പാടി പളനിസ്വാമിക്ക് ശേഷമുള്ള തമിഴ്നാടിന്റെ അടുത്ത തലമുറയിലെ രണ്ടു നേതാക്കൾ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായി ഇത് മാറിക്കഴിഞ്ഞു. നേതൃപാടവവും ജനകീയതയും തെളിയിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിജയിയുടെയും ഉദയനിധിയുടെയും നേർക്കുനേർ പോരാട്ടങ്ങൾക്ക് വരും ദിവസങ്ങളിലും തമിഴകം കൂടുതൽ സാക്ഷ്യം വഹിക്കും.